കോപ്പറേറ്റീവ് സൊസൈറ്റി, വേൾഡിലെ ഏറ്റവും ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഏതാണ്? വേൾഡിലെ തന്നെ ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നറിയപ്പെടുന്നത് ഏത് സൊസൈറ്റി? പേര് പറഞ്ഞാൽ മതി. ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ ദ വേൾഡ്, വേൾഡിലെ ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നറിയപ്പെടുന്നത് ഏത് സൊസൈറ്റിയാണ്? മാക്സിമം റെസ്പോണ്ട് ചെയ്യണേ, കുറച്ച് പേര് ഉള്ളൂ ക്ലാസ്സിലെ, മാക്സിമം റെസ്പോണ്ട് ചെയ്യാം. ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ ദ വേൾഡ്, വേൾഡിലെ ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഏതാണ്? റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ പയനിയർ സൊസൈറ്റി ആണോ വേൾഡിലെ ഫസ്റ്റ് സൊസൈറ്റി എന്നറിയപ്പെടുന്നത്? വേൾഡിലെ ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നറിയപ്പെടുന്നത് ഏത് സൊസൈറ്റിയാണ്? ഫെൻവിക് വീവർ സൊസൈറ്റി ആണ് അല്ലെ? കേൾക്കുന്നില്ലേ? ഇന്ന് റെസ്പോണ്ട് ചെയ്യാത്ത ആരും? കേൾക്കുന്നില്ലേ? അതെ, ഫെൻവിക് വീവർ സൊസൈറ്റി ആണ് വേൾഡിലെ ഫസ്റ്റ് സൊസൈറ്റി. അപ്പൊ റോക്ക്ഡെയിലും ഫെൻവിക്കും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വേൾഡിലെ ഫസ്റ്റ് സക്സസ്ഫുൾ കോപ്പറേറ്റീവ് സൊസൈറ്റി, അതായത് ഈ 1844 മുന്നേ ഒരുപാട് സൊസൈറ്റി വേൾഡിൽ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അതെല്ലാം സക്സസ്ഫുൾ ആയിരുന്നില്ല. ഫസ്റ്റ് സൊസൈറ്റി എന്ന് അറിയപ്പെടുന്നത് ഏതാണ്? ഫെൻവിക് ആണ്. 1770 വന്ന ഫെൻവിക് സൊസൈറ്റിയാണ് വേൾഡിലെ ഫസ്റ്റ് സൊസൈറ്റി എന്നറിയപ്പെടുന്നത്. പക്ഷെ ഒരിക്കലും എന്തായിരുന്നില്ല? സക്സസ്ഫുൾ ആയിരുന്നില്ല. അപ്പൊ ഫസ്റ്റ് സക്സസ്ഫുൾ കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ ദ വേൾഡ് എന്ന് ചോദിക്കുമ്പോൾ ഏത് എഴുതണം? അത് റോക്ക്ഡെയിൽ, REPS തന്നെ എഴുതണം, റെപ്സ് തന്നെ എഴുതണം. റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ പയനിയർ സൊസൈറ്റി ആണ് എന്ത്? വേൾഡിലെ ഫസ്റ്റ് സക്സസ്ഫുൾ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നറിയപ്പെടുന്നത്. ഇനി ഫസ്റ്റ് സൊസൈറ്റി ഇൻ ദ വേൾഡ് ചോദിച്ചാൽ നമുക്ക് എന്ത് എഴുതാം? ഫെൻവിക് വീവർ സൊസൈറ്റി എഴുതാം. ഓക്കെ, അതാണ് ഫെൻവിക്കും റോക്ക്ഡെയിലും തമ്മിലുള്ള വ്യത്യാസം. ഫസ്റ്റ് സക്സസ്ഫുൾ കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ ദ വേൾഡ് ആണ് ഇത്? റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ പയനിയർ സൊസൈറ്റി. ഈ റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ പയനിയർ സൊസൈറ്റി സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ് എല്ലാവർക്കും അറിയായിരിക്കും അല്ലെ? എന്നാണത്? December 12, 1844, 1844 ഡിസംബർ 21 എന്ത്? റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ പയനിയർ സൊസൈറ്റി ബിസിനസ് ആരംഭിച്ചത്. ഡയറക്റ്റ് ആയിട്ട് റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ പയനിയർ സൊസൈറ്റി തുടങ്ങുകയല്ല ചെയ്ത്. അതിനു മുന്നേ നിങ്ങൾ റോക്ക്ഡെയിൽ ഫ്രണ്ട്ലി സൊസൈറ്റി എന്നുള്ളൊരു വേർഡ് കേട്ടിട്ടുണ്ടാവും. അപ്പൊ എപ്പോഴും എക്സാമിൽ ചോദിക്കുമ്പോൾ എല്ലാവർക്കും ഡൗട്ട് ഉള്ളതാണ്. റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ പയനിയർ സൊസൈറ്റി എന്ന് ചോദിക്കുമ്പോൾ മാത്രം എന്ത് എഴുതിയാൽ മതി? 1844 എഴുതിയാൽ മതി. റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ പയനിയർ സൊസൈറ്റി എന്ന് ചോദിക്കുമ്പോൾ മാത്രം എന്ത് എഴുതിയാൽ മതി? 1844 ഡിസംബർ 12 എഴുതിയാൽ മതി. അതിന് മുന്നേ വന്നതാണ് എന്ത്? റോക്ക്ഡെയിൽ ഫ്രണ്ട്ലി സൊസൈറ്റി. അപ്പൊ റോക്ക്ഡെയിൽ ഫ്രണ്ട്ലി സൊസൈറ്റിന്റെ ഇയർ എന്നാണ്? റോക്ക്ഡെയിൽ ഫ്രണ്ട്ലി സൊസൈറ്റി ആരംഭിച്ച വർഷം ഏതാണ്? 1830 ആണ് കേട്ടോ. അപ്പൊ 1830 എന്ത് ചെയ്തു? റോക്ക്ഡെയിൽ ഫ്രണ്ട്ലി സൊസൈറ്റി ആരംഭിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ പറഞ്ഞു റോക്ക്ഡെയിൽ വീവേഴ്സ് സൊസൈറ്റി എന്ന് പറഞ്ഞു. അപ്പൊ ഈ റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ പയനിയർ സൊസൈറ്റി വരുന്നതിന് മുന്നേ ഒരു റോക്ക്ഡെയിൽ വീവേഴ്സ് യൂണിയൻ ഇംഗ്ലണ്ടിൽ ആരംഭിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഒരു യൂണിയൻ ആയിരുന്നു. പഠിക്കണമെന്നില്ല എന്ന് അറിയാൻ വേണ്ടി പറയണമെന്നേ ഉള്ളൂ. ഇത് റോക്ക്ഡെയിൽ ഫ്രണ്ട്ലി സൊസൈറ്റിയുടെ ഇയറും റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ പയനിയർ സൊസൈറ്റിയുടെ ഡേറ്റും ആണ് പഠിക്കേണ്ടത്. പക്ഷെ അതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, അത് അറിയാൻ വേണ്ടി പറയണമെന്നേ ഉള്ളൂ കേട്ടോ. ഇപ്പൊ റോക്ക്ഡെയിൽ വീവേഴ്സ് യൂണിയൻ ആരംഭിച്ചിട്ടുണ്ട് ഇംഗ്ലണ്ടിൽ. ഈ റോക്ക്ഡെയിൽ വീവേഴ്സ് യൂണിയൻ ആരംഭിച്ചത് ആരാണ്? ഇംഗ്ലണ്ടില് റോക്ക്ഡെയിൽ വീവേഴ്സ് യൂണിയൻ ആരംഭിച്ചത് ആരാണ്? ചാൾസ് ഹൗറാത്ത് ആണ്. ചാൾസ് ഹൗറാത്ത് 1824 അത് ഏത് ബേസ് ചെയ്തിട്ടാണ്? റോക്ക്ഡെയിൽ ഫ്രണ്ട്ലി സൊസൈറ്റി 1830 റോക്ക്ഡെയിൽ ഫ്രണ്ട്ലി സൊസൈറ്റീസിനെ ബേസ് ചെയ്തിട്ട് 1824 എന്ത് ചെയ്തത്? ചാൾസ് ഹൗറാത്ത് ഫസ്റ്റ് റോക്ക്ഡെയിൽ വീവേഴ്സ് യൂണിയൻ ഇംഗ്ലണ്ടിൽ ആരംഭിച്ചത്. റോക്ക്ഡെയിൽ വീവേഴ്സ് യൂണിയൻ നമ്മൾ പറഞ്ഞു 1830 ഒരു റോക്ക്ഡെയിൽ ഫ്രണ്ട്ലി സൊസൈറ്റി ആരംഭിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അല്ലെ? ഈ റോക്ക്ഡെയിൽ ഫ്രണ്ട്ലി സൊസൈറ്റിയിൽ എത്ര പ്ലാൻ ആൻഡ് വീവേഴ്സ് ഉണ്ട്? റോക്ക്ഡെയിൽ ഫ്രണ്ട്ലി സൊസൈറ്റിയിൽ 60 പ്ലാൻ ആൻഡ് വീവേഴ്സ്. നമ്മുടെ മനസ്സിൽ കൂടുതലുള്ളത് 28 ആയിരിക്കും, പക്ഷെ 28 അല്ല. അത് ഏതിന്റെയാണ്? റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ പയനിയർ സൊസൈറ്റിയുടെ എത്ര പ്ലാൻ ആൻഡ് വീവേഴ്സ് ഉണ്ട് ചോദിച്ചാലാണ് നമ്മൾ എന്ത് എഴുതാറ്? 28 പ്ലാൻ ആൻഡ് വീവേഴ്സ് എഴുതാറ്. പക്ഷേ റോക്ക്ഡെയിൽ ഫ്രണ്ട്ലി സൊസൈറ്റിയിൽ എത്ര പ്ലാൻ ആൻഡ് വീവേഴ്സ് ഉണ്ട് ചോദിച്ചാൽ എത്ര എഴുതണം? 60 കേട്ടോ. അപ്പൊ അത് രണ്ടും മാറാണ്ട് പഠിക്കുക. റോക്ക്ഡെയിൽ ഫ്രണ്ട്ലി സൊസൈറ്റി ആരംഭിച്ചത് 1830 റോക്ക്ഡെയിൽ ഫ്രണ്ട്ലി സൊസൈറ്റിയിൽ എത്ര പ്ലാൻ ആൻഡ് വീവേഴ്സ് ഉണ്ട്? അത് വീവേഴ്സിന് വേണ്ടി ആരംഭിച്ച ഒരു സൊസൈറ്റി ആയിരുന്നു. അപ്പൊ എത്ര പ്ലാൻ ആൻഡ് വീവേഴ്സ് ഉണ്ട് ചോദിച്ചാൽ 60 പ്ലാൻ ആൻഡ് വീവേഴ്സ് ആണ് ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് എന്ത് ചെയ്തത്? 1844 നമ്മുടെ ഫസ്റ്റ് സക്സസ്ഫുൾ കോപ്പറേറ്റീവ് സൊസൈറ്റി വേൾഡിൽ ആരംഭിച്ചത്. അതാണ് റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ പയനിയർ സൊസൈറ്റി. അതിന് എത്ര പ്ലാൻ ആൻഡ് വീവേഴ്സ് ഉണ്ടായിരുന്നു? 28 പ്ലാൻ ആൻഡ് വീവേഴ്സ്. ഓരോരുത്തരുടെയും കോൺട്രിബ്യൂഷൻ എത്രയായിരുന്നു? 28 പൗണ്ട്. 28 പൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട്
28 ഫ്ലാനൽ വീവേഴ്സ് കൂടെ ജോയിൻ ചെയ്ത് ആരംഭിച്ച സൊസൈറ്റിയാണ് ഇത് 1844 നിലവിൽ വന്ന റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ പയനിയർ സൊസൈറ്റി. അപ്പൊ റോക്ക്ഡെയിൽ ഫ്രണ്ട്ലി സൊസൈറ്റിയും റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ പയനിയർ സൊസൈറ്റി തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? റോക്ക്ഡെയിൽ ഫ്രണ്ട്ലി സൊസൈറ്റി 1830 റോക്ക്ഡെയിൽ ഫ്രണ്ട്ലി സൊസൈറ്റിയിൽ 60 ഫ്ലാനൽ വീവേഴ്സ് ആണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം നമ്മുടെ ഫസ്റ്റ് സക്സസ്ഫുൾ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ ദ വേൾഡ് എന്ന് അറിയപ്പെടുന്ന റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ പയനിയർ സൊസൈറ്റിയിൽ 28 ഫ്ലാനൽ വീവേഴ്സ് ആണ് ഉണ്ടായിരുന്നത്. അതിന്റെ ഇയർ 1844 ആണ്. ഓക്കെ, ഇത്രയും ക്ലിയർ ആണോ? ഇത്രയും ഓക്കെ അല്ലേ? അടുത്തത്, അതായത് ഈ റോക്ക്ഡെയിൽ ഫ്രണ്ട്ലി സൊസൈറ്റി എന്ന് പറയുന്നത് എന്ത് ടൈപ്പ് സൊസൈറ്റി ആയിരുന്നു? അതൊരു കൺസ്യൂമർ സൊസൈറ്റി ആയിരുന്നു അല്ലെ? ഫസ്റ്റ് കൺസ്യൂമർ സൊസൈറ്റി എന്നും കൂടെ അറിയപ്പെടുന്നത് ഏതാണ്? ഈ റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ പയനിയർ സൊസൈറ്റി ആണ്. അപ്പൊ ഒരു വേൾഡിൽ തന്നെ കൺസ്യൂമർ കോർപ്പറേഷൻ ഡെവലപ്പ് ചെയ്ത് എവിടെയാണ്? ഇംഗ്ലണ്ടിലാണ്. ആ ഒരു സൊസൈറ്റിയുടെ പേരാണ് എന്ത്? റോക്ക്ഡെയിൽ. ദിസ് ഈസ് ദ ഒറിജിനൽ ഡെവലപ്മെന്റ് ഓഫ് കൺസ്യൂമർ കോർപ്പറേഷൻ ഇൻ ഇംഗ്ലണ്ട് ആൻഡ് ദിസ് സൊസൈറ്റി ഈസ് നെയിംഡ് ആസ് റോക്ക്ഡെയിൽ. അപ്പൊ നമ്മുടെ റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ പയനിയർ സൊസൈറ്റി ആണ് എന്ത്? അതൊരു കൺസ്യൂമർ സൊസൈറ്റി ആണ്. അതാണ് വേൾഡിലെ ഫസ്റ്റ് സക്സസ്ഫുൾ കോർപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ഈ റോക്ക്ഡെയിൽ രണ്ട് ഡേറ്റ് പഠിക്കാനുണ്ട് കേട്ടോ. നമുക്ക് റോക്ക്ഡെയിൽ 2 ഡേറ്റ് പഠിക്കാനുണ്ട്. റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ പയനിയർ സൊസൈറ്റി രജിസ്റ്റർ ചെയ്ത ഒരു ഡേറ്റും പഠിക്കാനുണ്ട്. റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ പയനിയർ സൊസൈറ്റി ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ഡേറ്റും പഠിക്കാനുണ്ട്. അധികം നമുക്ക് വരാറ് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ് ആണ്. എങ്കിലും 2 തന്നെ പഠിച്ചോളൂ. റോക്ക്ഡെയിൽ സൊസൈറ്റി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് 24 ഒക്ടോബർ 1844 ബിസിനസ് കമൻസ് ചെയ്തത് 1844 ഡിസംബർ 21 എവിടെയാണ്? റോക്ക്ഡെയിലെ നമ്പർ 2 ടോട്ട് ലൈൻ എന്ന് പറഞ്ഞ പ്ലേസിലാണ്. ഇത് ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്, എവിടെയാണ് ഈ റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ പയനിയർ സൊസൈറ്റി ബിസിനസ് ആരംഭിച്ച സ്ഥലം ചോദിച്ചിട്ടുണ്ട്. സ്ഥലം മറക്കണ്ട. നമ്പർ 2 ടോട്ട് ലൈൻ സ്റ്റോർ ഇൻ ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിലെ നമ്പർ 2 ടോട്ട് ലൈൻ സ്റ്റോർ എന്ന സ്ഥലത്താണ് എന്ത് ചെയ്തിരിക്കുന്നത്? 1844 ഡിസംബർ 21 റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ സൊസൈറ്റി ബിസിനസ് കമൻസ് ചെയ്തത്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ റോക്ക്ഡെയിൽ സൊസൈറ്റിയുടെ പ്രസിഡന്റ്, സെക്രട്ടറി, ഫസ്റ്റ് പ്രസിഡന്റ്, സെക്രട്ടറിയെ കുറിച്ചൊക്കെയാണ്. ഫസ്റ്റ് പ്രസിഡന്റ്, റോക്ക്ഡെയിൽ സൊസൈറ്റിയുടെ ഫസ്റ്റ് പ്രസിഡന്റ് ആരാ? ഫസ്റ്റ് പ്രസിഡന്റും ഉണ്ട്, ഫസ്റ്റ് ടെമ്പററി പ്രസിഡന്റും ഉണ്ട്. നമുക്ക് ചോദിക്കുകയാണെങ്കിൽ ഫസ്റ്റ് പ്രസിഡന്റിനെ ചോദിക്കുകയുള്ളൂ. എങ്കിലും അറിയാൻ വേണ്ടി പറയുകയാണ്. ഫസ്റ്റ് ടെമ്പററി പ്രസിഡന്റ് എന്ന് പറയുന്നത് മൈൽസ് ആഷ്വർത്ത് ആണ് കേട്ടോ. ഈ ആഷ്വർത്ത് എന്നുള്ള അടിക്ക് പോയിട്ടുണ്ട്. അപ്പൊ ഒന്നിച്ച് വായിക്കുക. ഫസ്റ്റ് പ്രസിഡന്റ്, ഫസ്റ്റ് ടെമ്പററി പ്രസിഡന്റ്. ഫസ്റ്റ് പ്രസിഡന്റ് ചോദിക്കുമ്പോൾ നമുക്ക് മൈൽസ് ആഷ്വർത്തിന് എഴുതാൻ പറ്റില്ല കേട്ടോ. ഫസ്റ്റ് പ്രസിഡന്റ് അല്ല മൈൽസ് ആഷ്വർത്ത്. മൈൽസ് ആഷ്വർത്ത് ആരാണ്? ഫസ്റ്റ് ടെമ്പററി പ്രസിഡന്റ്. ആദ്യം ഒരു ടെമ്പററി തൽക്കാലത്തേക്ക് ഒരു പ്രസിഡന്റിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു 1844. അതാണ് ആര്? മൈൽസ് ആഷ്വർത്ത്. ഇനി ഫസ്റ്റ് പ്രസിഡന്റ്, റോക്ക്ഡെയിൽ സൊസൈറ്റിയുടെ ഫസ്റ്റ് പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ആരെ തന്നെയാണ് പറയാറ്? ചാൾസ് ഹൗറാത്തിനെ തന്നെയാണ് പറയാറ്. അപ്പൊ ചാൾസ് ഹൗറാത്ത് ആണ് എന്ത്? റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ പയനിയർ സൊസൈറ്റിയുടെ ഫസ്റ്റ് പ്രസിഡന്റ്. ഇനി റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ പയനിയർ സൊസൈറ്റിയുടെ ഫസ്റ്റ് ടെമ്പററി പ്രസിഡന്റ് ആരാണ്? ഫസ്റ്റ് ടെമ്പററി പ്രസിഡന്റ് ആണ് ആര്? മൈൽസ് ആഷ്വർത്ത്. അപ്പൊ ഈ 2 പേരും കൂടി മാറിപ്പോവണ്ട. ക്ലിയർ ആയോ? റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ പയനിയർ സൊസൈറ്റിയുടെ ഫസ്റ്റ് ടെമ്പററി പ്രസിഡന്റ് മൈൽസ് ആഷ്വർത്തും റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ പയനിയർ സൊസൈറ്റിയുടെ ഫസ്റ്റ് പ്രസിഡന്റ് ചാൾസ് ഹൗറാത്ത് ആണ്. അതായത് ഡിവിഡൻഡ് എന്നുള്ള ഐഡിയ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരാണ്? ചാൾസ് ഹൗറാത്ത് ആണ്. ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ പ്രോഫിറ്റ് ഒക്കെ വരുമ്പോൾ അതിനുശേഷം നമ്മൾ ഈക്വലി ഡിവൈഡ് ചെയ്യുന്നതാണല്ലോ ഡിവിഡൻഡ്. അപ്പൊ ഈ ഡിവിഡൻഡ് എന്നുള്ള ഐഡിയ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരാണ്? ചാൾസ് ഹൗറ ആണ്. അപ്പോൾ ഒരിക്കൽ എക്സാമിന് ഉണ്ടായിരുന്നു ഹു ഈസ് നോൺ ആസ് കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കർ ഓഫ് കോഓപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കർ എന്നറിയപ്പെടുന്നത് ആരാന്ന് ഒരിക്കൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? ആരാണ് കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കർ എന്നറിയപ്പെടുന്നത്? കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കർ ഓഫ് കോഓപ്പറേറ്റീവ് മൂവ്മെന്റ് എന്ന് അറിയപ്പെടുന്ന ആരാണ്? അതില് റോബർട്ടോവിനൊക്കെ ആൻസർ ഉണ്ടായിരുന്നു, ഓപ്ഷൻസിൽ ഉണ്ടായിരുന്നു. അപ്പൊ അയാൾക്ക് ഡൗട്ട് ആയി റോബർട്ടോവൻ ആണോ എന്നൊക്കെ. അല്ല കേട്ടോ, ഫാദർ ഓഫ് കോഓപ്പറേഷൻ ആണ് റോബർട്ടോവൻ. കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കർ ഓഫ് കോഓപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ഇംഗ്ലണ്ട് ചോദിക്കുമ്പോൾ ആരെ എഴുതണം? ചാൾസ് ഹൗറാത്തിനെ എഴുതണം. കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കർ ഓഫ് കോഓപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ഇംഗ്ലണ്ട് ആരാണ്? ചാൾസ് ഹൗറാത്ത് ആണ്. ഇനി ഫസ്റ്റ് സെക്രട്ടറി ഓഫ് റോക്ക്ഡെയിൽ സൊസൈറ്റി. ഫസ്റ്റ് സെക്രട്ടറി ആരാണ്? ജെയിംസ് ഡാലി ആണ്. ജെയിംസ് ഡാലി ആണ് ഫസ്റ്റ് റോക്ക്ഡെയിൽ പയനിയർ സൊസൈറ്റിയുടെ ഫസ്റ്റ് സെക്രട്ടറി.
അതുപോലെ റോക്ക്ഡെയിൽ പയനിയർ സൊസൈറ്റിയുടെ ഫസ്റ്റ് വുമൺ മെമ്പർ ആണ് ആര്? എലിസ ബ്രെയർലി. എലിസ ബ്രെയർലി ആണ് ഫസ്റ്റ് വുമൺ മെമ്പർ. റോക്ക്ഡെയിൽ പയനിയർ സൊസൈറ്റിയുടെ ഫസ്റ്റ് വുമൺ മെമ്പർ. മനസ്സിലായല്ലോ? ഫസ്റ്റ് പ്രസിഡന്റ് ചാൾസ് ഹൗറാത്ത്. അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ഇംഗ്ലണ്ട് എന്നറിയപ്പെടുന്ന ചാൾസ് ഹൗറാത്ത് ആണ്. ഫസ്റ്റ് വുമൺ മെമ്പർ എലിസ ബ്രെയർലി ആണ്. ഫസ്റ്റ് സെക്രട്ടറി ജെയിംസ് ഡാലി ആണ്. ഇത്രയും ക്ലിയർ അല്ലേ? ഇത്ര എഴുതി കഴിഞ്ഞില്ലേ? നോട്ട്സ് എഴുതിയെടുക്കുന്നവർക്ക് കൂടെ എഴുതിയെത്താൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കണോ? എത്തുന്നില്ല എന്നുണ്ടെങ്കിൽ പറയണേ, ഞാൻ സ്ലോ ആക്കാം. ഓക്കെ, ഇനി നമ്മൾ പ്രിൻസിപ്പിളിലേക്ക് കിടക്കാണ്. ഇത്രയാണ് നമുക്ക് സൊസൈറ്റി, റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ പയനിയർ സൊസൈറ്റിനെ കുറിച്ചൊക്കെ പഠിക്കാനുള്ളത്. ഇനി നമ്മൾ എന്താണ് ഈ പ്രിൻസിപ്പിൾസിന്റെ ഇവല്യൂഷനെ കുറിച്ച് പഠിക്കാണ്. നമുക്ക് കറന്റ് എത്ര കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ ഉണ്ട്? കറന്റ് നമ്മൾ ഇപ്പോ ഫോളോ ചെയ്യുന്ന കോപ്പറേറ്റീവ് പ്രിൻസിപ്പിളിൽ എത്ര പ്രിൻസിപ്പിൾ ഉണ്ട്? നമ്മളിപ്പോ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നുണ്ട് അല്ലെ? നമ്മളിപ്പോ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുന്നുണ്ട്. അതിൽ എത്ര പ്രിൻസിപ്പിൾ ആണുള്ളത്? 7 പ്രിൻസിപ്പിൾ ആണുള്ളത്. നമ്മളിപ്പോ ഫോളോ ചെയ്യുന്ന കോപ്പറേറ്റീവ് പ്രിൻസിപ്പിളിൽ 7 പ്രിൻസിപ്പിൾ ആണുള്ളത്. അപ്പൊ എങ്ങനെയാണ് ഈ പ്രിൻസിപ്പിളിലേക്ക് എത്തിയെന്നുള്ളത് നമ്മൾ പഠിക്കണം. എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയായിരിക്കണം. പക്ഷെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഇപ്പൊ ഈ പ്രിൻസിപ്പിളിന്റെ ഭാഗത്ത് നിന്ന് എക്സാമിന് ചോദിക്കാറുള്ളത്. അപ്പൊ ഇന്ന് ഒരു അരമാർക്ക് പോലും കളയരുത്. അപ്പോ ടോട്ടൽ എത്ര സ്റ്റേജസിലാണ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ ഡെവലപ്പ് ചെയ്തത്? കോപ്പറേറ്റീവ് പ്രിൻസിപ്പിളിന് ടോട്ടൽ എത്ര സ്റ്റേജസ് ഉണ്ട്? കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ ടോട്ടലി ഡെവലപ്പ് ചെയ്ത് 4 സ്റ്റേജിലൂടെയാണ് അല്ലെ? കോപ്പറേറ്റീവ് പ്രിൻസിപ്പിളിന് 4 സ്റ്റേജ് ആണുള്ളത്. ഇനി ICA കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ ആയിട്ട് എന്താ കണക്ഷൻ ചെയ്തിട്ടുള്ള എത്ര സ്റ്റേജ് ഉണ്ട് ചോദിച്ചാൽ എത്രയാണ്? ICAക്ക് 3 സ്റ്റേജേ ഉള്ളൂ. ICA റിലേറ്റ് ചെയ്ത് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിളിന് എത്ര സ്റ്റേജ് ഉണ്ട് ചോദിച്ചാൽ 3 സ്റ്റേജ്. ടോട്ടലി കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ എത്ര സ്റ്റേജിലാണ് ഡെവലപ്പ് ചെയ്തത് ചോദിച്ചാല് 4 സ്റ്റേജസ്. ഈ 4ഉം 3ഉം തമ്മിൽ ഇങ്ങനെ മൈന്യൂട്ട് ആയ കാര്യങ്ങൾ ഇങ്ങനെ എക്സാമിന് ചോദിക്കുക. പക്ഷെ നമ്മളെ പെട്ടെന്ന് അറിയാത്തവര് 4 എന്നുള്ളത് മനസ്സിൽ വെക്കും. അപ്പൊ അതൊക്കെ ഓരോ കാര്യങ്ങളും ഡീപ്പായി തന്നെ പഠിക്കണം കേട്ടോ. നമ്മൾ ചിലപ്പോ വേണ്ട, ഒന്നും ആവശ്യം ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിക്കുന്നതായിരിക്കും എന്ത് എക്സാമിന് വരിക. ഒരു കാര്യം നമുക്ക് ഇമ്പോർട്ടന്റ് അല്ലാത്തതല്ല. നമ്മൾ ഒട്ടും വിചാരിക്കാത്ത കാര്യങ്ങളായിരിക്കും എക്സാമിന് ചോദിക്കുക. ആ സമയത്ത് അയ്യോ പഠിച്ചില്ലല്ലോ, ബുക്കിൽ ഉണ്ടായിരുന്നല്ലോ എന്നൊരു പരാതി വരാൻ പാടില്ല. ഒരു കാര്യം അധികമാവില്ല, പഠിക്കുന്നതൊന്നും അധികമല്ല. അപ്പൊ എന്ത് ചെയ്യാം? എന്ത് കിട്ടിയാലും വായിക്കുക. കോപ്പറേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്ന നമ്മുടെ സിലബസുമായി ബന്ധപ്പെട്ട് എന്ത് കിട്ടിയാലും പഠിക്കുക, എന്ത് കിട്ടിയാലും വായിക്കാൻ ശ്രമിക്കുക. പിന്നെ ഒരുപാട് ഡീപ്പായിട്ട് ഒരുപാട് ഉള്ളിലേക്ക് പഠിക്കണം എന്ന് ഞാൻ പറയില്ല. കാരണം അത്രയൊന്നും ഇല്ല. നമ്മുടെ ഒരു എക്സാം എന്ന് പറയുന്നത് ഒരിക്കലും കിട്ടാത്തൊരു സാധനമല്ല. നമ്മൾ മനസ്സ് വെച്ചാൽ കിട്ടാവുന്ന അത്രയേ ഉള്ളൂ ഒരു കോപ്പറേറ്റീവ് എക്സാം എന്ന് പറയുകയാണെങ്കിൽ. നമ്മൾ മനസ്സ് വെക്കണം, നമുക്ക് കിട്ടണം, നമുക്ക് കിട്ടും എന്ന മനസ്സ് ഉള്ളിൽ വേണം. അല്ല 2 എക്സാം എഴുതി അയ്യോ കിട്ടിയില്ലേ എന്ന് പറഞ്ഞിട്ട് പിന്മാറിയാൽ ആർക്കാ നഷ്ടം? നമുക്ക് മാത്രമേ നഷ്ടമുള്ളൂ. അതല്ല, എനിക്ക് കിട്ടും, എന്റെ കൂടെയുള്ള എല്ലാവർക്കും കിട്ടുന്നുണ്ട്, അപ്പൊ എനിക്കും കിട്ടും എന്ന് വിചാരിച്ചാൽ എന്ത് ചെയ്യും? ഷുവർ ആയിട്ടും എല്ലാവർക്കും കിട്ടും. കാരണം നിങ്ങളെ പോലത്തെ സ്റ്റുഡൻസ് ആയിരുന്നു നമ്മുടെ ടെസ്റ്റിലത്തെ പല ടീച്ചേഴ്സും നിങ്ങളെ പോലത്തെ സ്റ്റുഡൻസ് ആയിരുന്നു ആദ്യമൊക്കെ. അതിലെല്ലാവരും ഇപ്പൊ ജോബിന് കയറി. അപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും പറ്റും. അപ്പൊ എന്ത് ചെയ്യുക? പഠിക്കുക. ആദ്യം വേണ്ടത് നമുക്ക് സെൽഫ് കോൺഫിഡൻസ് ആണ്. എനിക്ക് കിട്ടും എന്നുള്ളത് ആദ്യം മനസ്സിൽ ഉറപ്പിക്കുക. മറ്റുള്ളവരുടെ കാര്യം നിങ്ങൾ നോക്കണ്ട. എനിക്ക് കിട്ടും, ഞാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കിട്ടും എന്ന് ആലോചിക്കുക. ഒരു മിനിറ്റ് പോലും വേസ്റ്റ് ചെയ്യാതിരിക്കുക. കാരണം നമുക്കറിയാം ജോലിയുടെ വില എത്രയാന്ന് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. ഞാൻ എടുത്ത് പറയണ്ടല്ലോ. അപ്പൊ ജോലിക്ക് വേണ്ടിയിട്ടാണല്ലോ എല്ലാവരും പഠിക്കണേ. അപ്പൊ കിട്ടാതിരിക്കൊന്നുമില്ല. ആദ്യം ഒരു സെൽഫ് കോൺഫിഡൻസ് ആണ് വേണ്ടത്. പിന്നെ കമ്മിറ്റ്മെന്റും. പഠിക്കണം. ആർക്കോ വേണ്ടിയിട്ടും വീട്ടുകാർക്ക് വേണ്ടിയിട്ടും അല്ല, എനിക്ക് കിട്ടണം, എനിക്ക് കിട്ടിയാൽ എനിക്ക് മാത്രമേ കാര്യമുള്ളൂ എന്നും കൂടി ആലോചിക്കുക. എന്നിട്ട് പഠിക്കുക. അപ്പൊ ഒരിക്കലും കിട്ടാതിരിക്കൊന്നുമില്ല കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ പറഞ്ഞു വന്ന്? സ്റ്റേജസ്. അപ്പൊ ഒരു കാര്യവും ഇമ്പോർട്ടന്റ് അല്ലാന്ന് വിചാരിച്ച് പഠിക്കാതിരിക്കരുത്. എല്ലാം പഠിക്കണം എന്നാണ് ഈ പറഞ്ഞു വന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിള് 4 സ്റ്റേജിലാണ് ഡെവലപ്പ് ചെയ്തതെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ഓരോ സ്റ്റേജും അതിലത്തെ പഠിക്കണം കേട്ടോ. അതെ, അപ്പൊ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിളിന്റെ റോക്ക്ഡെയിൽ പ്രിൻസിപ്പിളിന്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഏതാണ്? ഈ റോക്ക്ഡെയിൽ കൊണ്ടുവന്നതാണ്. ആ ഒരു പ്രിൻസിപ്പിൾ ഏത് വർഷമാണ് കൊണ്ടുവന്നതെന്ന് അറിയോ? അതായത് റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ പയനിയർ സൊസൈറ്റി ആണല്ലോ ഫസ്റ്റ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ എന്നൊരു ഐഡിയ കൊണ്ടുവന്നത് ആരാണ്? ഇപ്പോൾ എക്സാം ചോദിക്കാറുണ്ട് അല്ലെ? കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ എന്നുള്ള ഐഡിയ ഇൻട്രൊഡ്യൂസ് ചെയ്തത്, അല്ലെങ്കിൽ ഫസ്റ്റ്ലി കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരാണ് എന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ ആരെയാണ് പറയാറ്? ICA ആണോ പറയാറ്? അല്ല, റോക്ക്ഡെയിൽ പയനിയറിനെയാണ് പറയാറ്. അപ്പൊ ഈ റോക്ക്ഡെയിൽ പയനിയേഴ്സ് ഏത് വർഷമാണ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ എന്നുള്ള ഐഡിയ കൊണ്ടുവന്നത്? 1844 അല്ല,
1860-ലാണ്. 1860-ലാണ് ഒരു ഫസ്റ്റ് നമുക്കൊരു കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ വേണം എന്നുള്ള ഐഡിയ ഇൻട്രൊഡ്യൂസ് ചെയ്ത റോക്ക്ഡെയിൽ പൈനിയേഴ്സ് ആണ്. അത് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത വർഷം എത്രയാണ്? 1860 ആണ്. 1860. ഈ 1860 എത്ര പ്രിൻസിപ്പിൾ ഉണ്ടായിരുന്നു? 7 പ്രിൻസിപ്പിൾ ആണ് ഉണ്ടായിരുന്നത്. അതൊന്ന് പഠിച്ചു വെക്കണം. അതായത് ഒരു പ്രിൻസിപ്പിൾ തന്നിട്ട് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾ എന്ന് ചോദിച്ചാൽ പറയാൻ കിട്ടണം. അല്ലെങ്കിൽ റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾ ഏതൊക്കെയെന്ന് എഴുതാൻ ഒരിക്കലും വരില്ലല്ലോ. പക്ഷെ 4 ഓപ്ഷൻ തന്നിട്ട് റോക്ക്ഡെയിൽ പ്രിൻസിപ്പിളിൽ ഉൾപ്പെടാത്ത പ്രിൻസിപ്പിൾ ഏതാന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ കിട്ടണം. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഒന്ന് പഠിച്ചു വെക്കുക. 2 3 പ്രാവശ്യം വായിക്കുക. ഓപ്പൺ മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് കൺട്രോള്, ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ, ഡിസ്ട്രിബ്യൂട്ടീവ് ജസ്റ്റിസ്, ക്യാഷ് ട്രേഡിംഗ്, പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി, സെല്ലിംഗ് പ്യുവർ ആൻഡ് അൺഅഡൾട്ടേർഡ് ഗുഡ്സ്. ഇതാണ് എന്ത്? റോക്ക്ഡെയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത, റോക്ക്ഡെയിൽ പൈനിയർ സൊസൈറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്ത 7 പ്രിൻസിപ്പിൾ. എല്ലാ പ്രിൻസിപ്പിൾ അറിയേണ്ടതല്ല, പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അറിയേണ്ടതാണ് അല്ലേ? ഒന്ന് ജസ്റ്റ് പറഞ്ഞു തരാം എന്താന്ന് ഓരോന്നും. ഓപ്പൺ മെമ്പർഷിപ്പ് അത് എല്ലാ സ്റ്റേജിലും ഉള്ളുണ്ട്. ഓപ്പൺ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് എല്ലാവർക്കും മെമ്പർഷിപ്പ് പ്രൊവൈഡ് ചെയ്യണം. ഒരു കാരണവശാലും കാസ്റ്റിന്റെ ബേസിലോ റിലീജിയന്റെ ബേസിലോ പൊളിറ്റിക്സിന്റെ ബേസിലോ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? മെമ്പർഷിപ്പ് ഡിനൈൻ ചെയ്യാൻ പറ്റില്ല. എല്ലാവർക്കും മെമ്പർഷിപ്പ് പ്രൊവൈഡ് ചെയ്യണം എന്നാണ് ഇതിന്റെ അർത്ഥം, ഓപ്പൺ മെമ്പർഷിപ്പിന്റെ അർത്ഥം. രണ്ടാമത്തെ ഡെമോക്രാറ്റിക്. ഇത് അറിയാൻ വേണ്ടി പറയാണ്, എഴുതിയെടുക്കണ്ട. ഞാൻ ഈ പറയുന്നത് മൊത്തം എഴുതിയെടുക്കാൻ നിന്നാലും നിങ്ങൾക്ക് സമയം കിട്ടും. അപ്പൊ നിങ്ങൾക്ക് ക്ലാസ് മിസ്സാവും. അപ്പൊ അത് ചെയ്യണ്ട കേട്ടോ. അറിയാത്തവർ ജസ്റ്റ് 7 പ്രിൻസിപ്പിൾ ഏതാണെന്ന് നോട്ട് ചെയ്തോളൂ. പക്ഷെ അതിന്റെ ഉള്ളിൽ പറയുന്ന കാര്യങ്ങൾ അത് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം പറയേണ്ടതാണ്. ഡെമോക്രാറ്റിക് കൺട്രോൾ. ഡെമോക്രാറ്റിക് എന്ന് പറഞ്ഞാൽ ഡെമോക്രാറ്റിക് നേഷൻ ആണ് നമ്മുടെ. എന്താണ്? നമുക്ക് 1 man 1 vote ആണ്. നമ്മൾ വോട്ട് ചെയ്തിട്ട് നമ്മളാണ് നമ്മുടെ ഓരോ ഇൻഡിവിജ്വലിനാണ് പവർ ഉള്ളത് അല്ലെ? അപ്പൊ ആ ഡെമോക്രാറ്റിക് കൺട്രോൾ ആണ് എന്ത് വേണ്ടത്? ഡെമോക്രാറ്റിക് കൺട്രോൾ ആണ് എന്ത്? റോക്ക്ഡെയിൽ പൈനിയേഴ്സിന്റെ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ. നമ്മൾ ലിമിറ്റഡ് ലയബിലിറ്റി പോലെ പറയണ പോലെ തന്നെ ലിമിറ്റഡ് ലയബിലിറ്റി എന്താ അൺലിമിറ്റഡ് ലയബിലിറ്റി എന്നാണ് പറയേണ്ടതല്ലേ. അതുപോലെ തന്നെ ഷെയർ ക്യാപിറ്റൽ എന്തായിരിക്കും? ഒരു ലിമിറ്റഡ് ഇൻട്രസ്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു ഡിസ്ട്രിബ്യൂട്ടീവ് ജസ്റ്റിസ് അല്ലെങ്കിൽ പാട്രണേജ് ഡിവിഡന്റ്. പാട്രണേജ് ഡിവിഡന്റിനെ വിളിക്കുന്ന വേറെ പേരാണ് ഡിസ്ട്രിബ്യൂട്ടീവ് ജസ്റ്റിസ്. അതായത് എല്ലാവർക്കും ഈക്വലി ജസ്റ്റിസോട് കൂടി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ഡിവിഡന്റ് എന്ത് ചെയ്യണം? ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അടുത്താണ് ക്യാഷ് ട്രേഡിംഗ്. ഒരിക്കലും എന്ത് ട്രേഡിംഗ് അലൗഡ് അല്ല? ക്രെഡിറ്റ് ട്രേഡിംഗ് അലൗഡ് അല്ല. നമുക്ക് ക്യാഷ് ട്രാൻസാക്ഷൻ ഉണ്ട്, ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ഉണ്ട് അല്ലെ? പക്ഷെ റോക്ക്ഡെയിൽ പൈനിയേഴ്സിൽ ഒരിക്കലും എന്തില്ല? പിന്നെ തരാം, അതായത് ക്രെഡിറ്റിൽ പിന്നെ വാങ്ങാം എന്നുള്ളൊരു പരിപാടിയില്ല. ക്യാഷിന് മാത്രമേ ട്രേഡിംഗ് ഉള്ളൂ. ഇപ്പൊ ക്യാഷ് ട്രേഡിംഗ്. അടുത്ത പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി. പൊളിറ്റിക്സിനോ റിലീജിയനോ ഒരിക്കലും ഒരു ഇന്ന പൊളിറ്റിക്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ്, ഇന്ന റിലീജിയന് കൂടുതൽ ഇമ്പോർട്ടൻസ് അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും ഈക്വലാണ്. ഈക്വാലിറ്റി ആണ് ഇതിന്റെ മെയിൻ തത്വം എന്ന് പറയുന്നത്. അതുകൊണ്ട് ന്യൂട്രൽ ആയിരിക്കും. പൊളിറ്റിക്സിനും റിലീജിയനൊന്നും ഒരു തരത്തിലും എഫക്ട് ചെയ്യില്ല. അതുപോലെ ഇതൊരു കൺസ്യൂമർ സൊസൈറ്റി ആണ് അല്ലെ? അപ്പൊ അവിടെ വിൽക്കുന്നത് എന്തായിരിക്കണം? പ്യുവർ ആൻഡ് അൺഅഡൾട്ടേർഡ്, മായം ചേർക്കാത്ത ഗുഡ്സ് ആയിരിക്കണം എന്ത് ചെയ്യുന്നത്? ഈ റോക്ക്ഡെയിൽ സൊസൈറ്റിയിൽ സെല് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇതായിരുന്നു എന്ത്? റോക്ക്ഡെയിൽ പൈനിയേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്ത കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓപ്പൺ മെമ്പർഷിപ്പ്, എന്റെ കൂടെ അങ്ങനെ പറഞ്ഞോളൂ. അപ്പൊ നമുക്ക് വേറൊരു പ്രിൻസിപ്പിൾ കണ്ടാൽ അറിയാൻ പറ്റണം ഇത് റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾ ആണോ അല്ലയോ എന്നുള്ളത്. ഒരിക്കൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഏത് എക്സാമിനും എനിക്ക് ഓർമ്മയില്ല, ഏതൊരു എക്സാം ചോദിച്ചിട്ടുണ്ട് റോക്ക്ഡെയിൽ പ്രിൻസിപ്പിളിൽ ഉൾപ്പെടാത്ത പ്രിൻസിപ്പിൾ ഏതെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഓപ്പൺ മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് കൺട്രോൾ, ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ, ഡിസ്ട്രിബ്യൂട്ടീവ് ജസ്റ്റിസ്, ക്യാഷ് ട്രേഡിംഗ്, പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി, സെല്ലിംഗ് പ്യുവർ ആൻഡ് അൺഅഡൾട്ടേർഡ് ഗുഡ്സ്. ഓക്കെ, ക്ലിയർ ആയോ? ക്ലിയർ ആയോ ഇത്രയും പറഞ്ഞത്? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഏതിലെങ്കിലും പറഞ്ഞ ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. എന്ത് ചോദിച്ചു? 8 പ്രിൻസിപ്പിൾ. സോറി എഡ്യൂക്കേഷൻ ഉണ്ട് കേട്ടോ. 1 2 3 4 5 6 സോറി, ഇതിൽ 7 ഉള്ളൂ അല്ലെ? 8 പ്രിൻസിപ്പിൾ ഉണ്ട്. ഒരു എഡ്യൂക്കേഷൻ, കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഒരു പ്രിൻസിപ്പിൾ ആണ് കേട്ടോ. റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾ സ്റ്റേജ് ഉണ്ട്. പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ 7ാമത്തെ ആണത്. ഈ സെല്ലിംഗ് പ്യുവർ ആൻഡ് അൺഅഡൾട്ടേർഡ് ഗുഡ്സ് ഇല്ലേ, ടൈപ്പ് ചെയ്യാൻ മിസ്സായതാണ് കേട്ടോ. ഈ സെല്ലിംഗ് പ്യുവർ ആൻഡ് അൺഅഡൾട്ടേർഡ് ഗുഡ്സിന്റെ തൊട്ട് മുന്നത്തെ 7ാമത്തെ പ്രിൻസിപ്പിൾ ആണ് ഏത്? പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ. അതായത് നമ്മുടെ 4 സ്റ്റേജിൽ മാറാത്ത ഒരു പ്രിൻസിപ്പിൾ ആണ് പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. എഡ്യൂക്കേഷൻ കൂടി ഉണ്ട് കേട്ടോ, ടൈപ്പ് ചെയ്യാൻ മിസ്സായതാണ്. പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ ഉണ്ട് കേട്ടോ. 7ാമത്തെ പ്രിൻസിപ്പിൾ ആയിട്ട് എഴുതിക്കോളൂ. പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ 7ാമത്തെ പ്രിൻസിപ്പിൾ ആണ്. 8ാമതാണ് സെല്ലിംഗ് പ്യുവർ അൺഅഡൾട്ടേർഡ് ഗുഡ്സ് എന്ന് പറയുന്നത്. അതായത് ഫസ്റ്റ് സ്റ്റേജിലും 8 പ്രിൻസിപ്പിൾ ഉണ്ട്, സെക്കൻഡ് സ്റ്റേജിലും 8 പ്രിൻസിപ്പിൾ ഉണ്ട്,
തേർഡ് സ്റ്റേജിൽ എത്ര പ്രിൻസിപ്പിൾ ഉണ്ട്? തേർഡ് സ്റ്റേജിൽ 6 പ്രിൻസിപ്പിളേ ഉള്ളൂ. ഫോർത്ത് സ്റ്റേജിൽ 7 പ്രിൻസിപ്പിൾ ആണുള്ളത്. അപ്പൊ 8, 8, 6, 7 അങ്ങനെയാണ് വരുന്നത്. ചില ബുക്കിൽ മാത്രം നമുക്ക് സെക്കൻഡ് സ്റ്റേജിൽ 7 പ്രിൻസിപ്പിൾ കാണാറുണ്ട്. എന്നാലും നോർമലി നമ്മുടെ റോക്ക്ഡെയിലിന് എന്തായാലും 8 പ്രിൻസിപ്പിൾ തന്നെയാണ്. പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ കൂടെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയാണ് റോക്ക്ഡെയിൽ പൈനിയേഴ്സിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അടുത്തത് നമുക്ക് റോക്ക്ഡെയിൽ, ഇപ്പൊ നമ്മൾ റോക്ക്ഡെയിലിനെ കുറിച്ചല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ റോക്ക്ഡെയിൽ സൊസൈറ്റിയായി ബന്ധപ്പെട്ട കുറച്ച് ബുക്കുകളാണ്. ആ പേര് പഠിക്കണം. ഇപ്പൊ അത്യാവശ്യം ബുക്കുകളും കൊട്ടേഷൻസ് ഒക്കെ എക്സാമിന് ചോദിക്കാറുണ്ടല്ലോ, അത് പഠിക്കണം. എ സെഞ്ചുറി ഓഫ് കോപ്പറേഷൻ ഇൻ റോക്ക്ഡെയിൽ ആരുടെ ബുക്കാണ്? എ സെഞ്ചുറി ഓഫ് കോപ്പറേഷൻ ഇൻ റോക്ക്ഡെയിൽ ആരുടെ ബുക്കാണ്? ഹെൻറി ബ്രൗൺ. ഹെൻറി ബ്രൗൺ എഴുതിയ ബുക്കാണ് എന്ത്? എ സെഞ്ചുറി ഓഫ് കോപ്പറേഷൻ ഇൻ റോക്ക്ഡെയിൽ. അതുപോലെ ഹിസ്റ്ററി ഓഫ് റോക്ക്ഡെയിൽ പൈനിയേഴ്സ് ആരുടെ ബുക്കാണ്? ഹിസ്റ്ററി ഓഫ് റോക്ക്ഡെയിൽ പൈനിയേഴ്സ് ജോർജ് ജേക്കബ് ഹോളിയോക്കിന്റെ ബുക്കാണ്. ജോർജ് ജേക്കബ് ഹോളിയോക്കിന്റെ ബുക്കാണ് ഇത് ഹിസ്റ്ററി ഓഫ് റോക്ക്ഡെയിൽ പൈനിയേഴ്സ്. അതുപോലെ വീവേഴ്സ് ഓഫ് ഡ്രീംസ്, അത് റോക്ക്ഡെയിൽ പൈനിയേഴ്സുമായി ബന്ധപ്പെട്ട് എഴുതിയൊരു ബുക്കാണ്. ഡേവിഡ് ജെ തോംസൺ എഴുതിയൊരു ബുക്കാന്റെ പേരാണ് എന്ത്? വീവേഴ്സ് ഓഫ് ഡ്രീംസ്. അപ്പൊ 3 ബുക്കിന്റെ പേരും പഠിക്കണം, 3 ഓതേഴ്സിന്റെ പേരും പഠിക്കണം. റോക്ക്ഡെയിൽ പൈനിയേഴ്സ് ആയിട്ട് റിലേറ്റ് ചെയ്ത ബുക്കുകളാണ് എ സെഞ്ചുറി ഓഫ് കോപ്പറേഷൻ ഇൻ റോക്ക്ഡെയിൽ, ഹെൻറി ബ്രൗൺ. ഹിസ്റ്ററി ഓഫ് റോക്ക്ഡെയിൽ പൈനിയേഴ്സ്, ജോർജ് ജേക്കബ് ഹോളിയോക്ക്. വീവേഴ്സ് ഓഫ് ഡ്രീംസ്, ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം, വീവേഴ്സ് ഓഫ് ഡ്രീംസ് ഏതുമായി റിലേറ്റ് ചെയ്ത ബുക്കാണ്? ഡേവിഡ് ജെ തോംസൺ ഏതുമായി റിലേറ്റ് ചെയ്ത ബുക്കാണ് വീവേഴ്സ് ഓഫ് ഡ്രീംസ് ചോദിച്ചാൽ ഏതാണ്? റോക്ക്ഡെയിൽ പൈനിയേഴ്സ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് എഴുതിയ ബുക്കാണ് ഏത്? വീവേഴ്സ് ഓഫ് ഡ്രീംസ്. അതാരാണ് എഴുതിയത്? ഡേവിഡ് ജെ തോംസൺ ആണ്. ഡേവിഡ് ജെ തോംസൺ ആണ് വീവേഴ്സ് ഓഫ് ഡ്രീംസ് എഴുതിയത്. ഹിസ്റ്ററി ഓഫ് റോക്ക്ഡെയിൽ പൈനിയേഴ്സ് എഴുതിയത് ജോർജ് ജേക്കബ് ഹോളിയോക്ക് ആണ്. സെഞ്ചുറി ഓഫ് കോപ്പറേഷൻ ഇൻ റോക്ക്ഡെയിൽ എഴുതിയത് ഹെൻറി ബ്രൗൺ ആണ്. ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? അടുത്ത് പറയട്ടെ. നമ്മൾ നേരത്തെ പറഞ്ഞത് എന്താണ്? റോക്ക്ഡെയിലിന്റെ പ്രിൻസിപ്പളിനെ കുറിച്ച് പറഞ്ഞു അല്ലെ? ശരിക്കും കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫണ്ടമെന്റൽ റൂൾ ആണ് അല്ലെ? ഒരു കോപ്പറേറ്റീവ് ഓർഗനൈസേഷന്റെ ക്യാരക്ടറിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫണ്ടമെന്റൽ റൂൾസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ എന്ന് വിളിക്കുക. ഇങ്ങനെ എക്സാമിൽ ഒരിക്കൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഡാഷ് ഈസ് ദ ഫണ്ടമെന്റൽ റൂൾസ് ദാറ്റ് ഡിറ്റർമൈൻ ദ ക്യാരക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ. എന്താണത്? കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ ആണ്. കോപ്പറേറ്റീവ് ഓർഗനൈസേഷന്റെ ക്യാരക്ടറിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫണ്ടമെന്റൽ റൂളിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഫണ്ടമെന്റൽ റൂൾസ് ദാറ്റ് ഡിറ്റർമൈൻ ദ ക്യാരക്ടർ ഓഫ് എൻ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ. അതാണ് എന്ത്? കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ. അപ്പൊ നമ്മൾ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിളിന്റെ സ്റ്റേജസ് ആണ്. എല്ലാവർക്കും അറിയേണ്ടതാണ്. ഇനി മുതൽ നിങ്ങൾ പഠിക്കേണ്ട എന്താണെന്നറിയോ? ഓരോ പ്രിൻസിപ്പിളും നടന്ന ഇയർ, റിപ്പോർട്ട് വെച്ച ഇയർ, അപ്പോയിന്റ് ചെയ്ത ഇയർ, ഏതൊക്കെ പ്രിൻസിപ്പിൾ ആണുള്ളത്, എവിടെ വെച്ച് നടന്നു, ഏത് കോൺഗ്രസിൽ വെച്ചിട്ടാണ് നടന്നത്, ഈ 4 കാര്യങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണം. മാറിയും തിരിച്ചും മറിച്ചും ഒക്കെ എപ്പോഴും എക്സാമിന് ചോദിക്കാറുണ്ട് ഈ പ്രിൻസിപ്പിളിന്റെ ഭാഗത്തുനിന്ന്. അപ്പൊ ഇതൊരു ഡൗട്ട് പിന്നീട് ഒരിക്കലും വരരുത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചോദിച്ച് നോട്ട് ചെയ്ത് പോവുക. ഓക്കെ, ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ആരുടെ പ്രിൻസിപ്പിൾ ആണ്? പ്രിൻസിപ്പിൾ ഓഫ് കോപ്പറേഷൻ ഓൺ റോക്ക്ഡെയിൽ പൈനിയേഴ്സ്. റോക്ക്ഡെയിൽ പൈനിയേഴ്സിന്റെ ആണ് അല്ലെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. റോക്ക്ഡെയിൽ പൈനിയേഴ്സിന്റെ സ്റ്റേജ് ആണ്. രണ്ടാമത്തെയാണ് എന്ത്? ഫസ്റ്റ് റീഫോർമേറ്റഡ് പ്രിൻസിപ്പിൾ. അത് ICA ഏത് വർഷമാണ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ അഡോപ്റ്റ് ചെയ്തത്? ഒരിക്കൽ എക്സാം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഏത് വർഷമാണ് ICA കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ അഡോപ്റ്റ് ചെയ്തത് ചോദിച്ചാൽ ഏത് വർഷമാണ്? 1937. 1937 അതായത് ഫസ്റ്റ് സ്റ്റേജ് ആയിട്ട് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിളിന്റെ ഫസ്റ്റ് സ്റ്റേജ് ആയിട്ട് ICAക്ക് ഒരു ബന്ധവുമില്ല. അത് റോക്ക്ഡെയിൽ പൈനിയേഴ്സിന്റെ ആണ്. ഫസ്റ്റ് റീഫോർമുലേറ്റഡ് പ്രിൻസിപ്പിൾ ICA ഫസ്റ്റ് റീഫോർമുലേറ്റ് ചെയ്ത് 1937 ആണ്. തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് സെക്കൻഡ് റീഫോർമുലേറ്റഡ് പ്രിൻസിപ്പിൾ ബൈ കാർവേ കമ്മിറ്റി. കാർവേ കമ്മിറ്റിയുടെ റീഫോർമുലേറ്റഡ് പ്രിൻസിപ്പിൾ ആണ് തേർഡ് സ്റ്റേജ് 1966. നമ്മുടെ ഫൈനൽ സ്റ്റേജ് നമ്മൾ ഇപ്പോൾ ഫോളോ ചെയ്യുന്ന കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഫൈനൽ സ്റ്റേജ് ആയ 1955 സോറി 1995 അപ്പൊ 1860 ഫസ്റ്റ് സ്റ്റേജ്, 1937 സെക്കൻഡ് സ്റ്റേജ്, 1966 തേർഡ് സ്റ്റേജ്, 1995 ഫോർത്ത് സ്റ്റേജ്, അതായത് ഫൈനൽ സ്റ്റേജ്. ഇനി ഓരോന്നും ഡീപ്പായിട്ട് പറയാം കേട്ടോ.
നമ്മൾ നേരത്തെ പറഞ്ഞു ടോട്ടൽ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിളിന് എത്ര സ്റ്റേജ് ഉണ്ട് ചോദിച്ചാൽ 4 സ്റ്റേജ്. ഇനി കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ ഫോർമുലേറ്റഡ് ബൈ ICA എത്ര സ്റ്റേജ് ആയിട്ടാണ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ ഫോളോ ചെയ്ത് ചോദിച്ചാൽ അത് 3 സ്റ്റേജ് ആണ്. 1937, 66, 95. ഓക്കെ, ICA ആണ് ഈ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിന്. ഇപ്പൊ ഏത് അതോറിറ്റിക്കാണ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിലൊക്കെ ചേഞ്ച് വരുത്താൻ പറ്റിയ ചോദിച്ചാൽ ആർക്കാണ്? ICAക്കാണ്. ഓക്കെ, ക്ലിയർ ആയ ഇത്രയും പറഞ്ഞ കാര്യങ്ങള്, സ്റ്റേജസ് ഓരോന്നും. ഇനി ഓരോ സ്റ്റേജും പഠിക്കാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ ഓരോ സ്റ്റേജസും പറയാണ്. നമ്മൾ ICAയുടെ സ്റ്റേജ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. എന്നാലും ഇതില് പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ ടൈപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നോക്കി നോക്കൂ. ഓപ്പൺ മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് കൺട്രോൾ, പേയ്മെന്റ് ഓഫ് പാട്രണേജ് ഡിവിഡൻഡ്, ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ക്യാഷ് ട്രേഡിംഗ്, പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി, പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ, സെല്ലിംഗ് പ്യുവർ ആൻഡ് അൺഅഡൾട്ടേർഡ് ഗുഡ്സ്. ഇതാണ് റോക്ക്ഡെയിൽ പൈനിയർ സൊസൈറ്റി 1860 ഇൻട്രൊഡ്യൂസ് ചെയ്ത 8 കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. 1860 റോക്ക്ഡെയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത 8 കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇതിന് ശേഷം 1930 ഒരു കമ്മിറ്റിനെ അപ്പോയിന്റ് ചെയ്തു. 1930 ഒരു കമ്മിറ്റി വിയന്ന കോൺഗ്രസിൽ വെച്ചിട്ടൊരു കമ്മിറ്റി ഫോം ചെയ്തു. അതായത് ആ ഒരു റോക്ക്ഡെയിലിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിൽ മാത്രം നിലനിന്നതായിരുന്നു. ഇംഗ്ലണ്ടിൽ മാത്രം നിലനിന്നാൽ പോരാ, ലോകത്ത് എല്ലാവരെയും എത്തിക്കണ്ടേ. അതിനു വേണ്ടിയിട്ടാണ് എന്ത് ചെയ്ത് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ എല്ലാവരേക്കും എത്തിക്കണം എന്ന് പറഞ്ഞിട്ട് ICA അത് ഏറ്റെടുക്കുകയുണ്ടായി. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്ത് 1930 ഒരു കമ്മിറ്റി കൂടി. എന്നിട്ട് അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ICA റിവൈസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരു കമ്മിറ്റി അപ്പോയിന്റ് ചെയ്ത വർഷം എത്രയാണ്? 1934 കേട്ടോ. 1934 ICA എന്ത് ചെയ്തു? ICA അല്ല, ഈ ICAക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ICAക്ക് ഈ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിളിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? 1934 ICA എന്ത് ചെയ്തു? ഒരു കമ്മിറ്റീനെ അപ്പോയിന്റ് ചെയ്തു. ഇനി തൊട്ടിട്ട് ആ കോൺഗ്രസുകളുടെ പേര് പഠിക്കണം. ഈ 1934 കോൺഗ്രസ് എവിടെ വെച്ചിട്ടാണ്? ലണ്ടൻ കോൺഗ്രസിലാണ്. ലണ്ടൻ 1934 ലണ്ടൻ കോൺഗ്രസ്. അതിനുശേഷമാണ് എന്ത് 1937 അത് അക്സെപ്റ്റ് ചെയ്തു. ICA അക്സെപ്റ്റ് ചെയ്തു. റോക്ക്ഡെയിൽ പൈനിയർ സൊസൈറ്റി ആര് അക്സെപ്റ്റ് ചെയ്തു? ICA അക്സെപ്റ്റ് ചെയ്തു 1937. ഏത് കോൺഗ്രസിൽ വെച്ചിട്ട്? പാരീസ് കോൺഗ്രസില്. 1934 ലണ്ടൻ കോൺഗ്രസ്, 1937 പാരീസ്. ഇത് എല്ലാം കൂടി പറയുമ്പോ പാരീസ് ഏതാ, ലണ്ടൻ ഏതാ, വിയന്ന ഏതാ, ടോക്കിയോ ഏതൊന്നും ഡൗട്ട് വരരുത്. കറക്റ്റ് അണ്ടർലൈൻ ചെയ്ത് പഠിക്കുക. ഇയറും കോൺഗ്രസും അണ്ടർലൈൻ ചെയ്ത് പഠിക്കുക. 1934 ലണ്ടൻ കോൺഗ്രസ്, 1937 പാരീസ് കോൺഗ്രസ്. അപ്പൊ എന്ത് ചെയ്തു? 1937 എന്ത് ചെയ്തു? ICA കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ അക്സെപ്റ്റ് ചെയ്തു. എന്നിട്ട് എന്ത് മാറ്റാ വരുത്തിയ ICA? അതായത് ആദ്യം അത് റോക്ക്ഡെയിലിന്റെ പ്രിൻസിപ്പിൾ ആയിരുന്നല്ലോ. എന്നിട്ട് 1937 ICA അക്സെപ്റ്റ് ചെയ്തുല്ലോ. എന്നിട്ട് എന്ത് മാറ്റം സംഭവിച്ചേ? എന്തെങ്കിലും സംഭവിച്ചാ? ഒന്നും സംഭവിച്ചില്ല. അവർ ജസ്റ്റ് എന്ത് ചെയ്തു? ഈ പ്രിൻസിപ്പിളിനെ എസെൻഷ്യൽ പ്രിൻസിപ്പിൾ എന്നും നോൺ എസെൻഷ്യൽ പ്രിൻസിപ്പിൾ എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു കേട്ടോ. പ്രത്യേകിച്ച് ഒരു മാറ്റം സംഭവിച്ചില്ല. ഓൾറെഡി ഉണ്ടായിരുന്ന കോപ്പറേറ്റീവ് പ്രിൻസിപ്പിളിനെ എന്താക്കി മാറ്റി? എസെൻഷ്യൽ അല്ലെങ്കിൽ ഒബ്ലിഗേറ്ററി പ്രിൻസിപ്പിൾ എന്നും നോൺ എസെൻഷ്യൽ പ്രിൻസിപ്പിൾ എന്നും രണ്ടായി ക്ലാസിഫൈ ചെയ്തു. അത് ആദ്യത്തെ 4 എസെൻഷ്യൽ എന്നും പിന്നീടുള്ളതിനെ നോൺ എസെൻഷ്യൽ എന്നും കാറ്റഗറൈസ് ചെയ്തു. അത് ആദ്യത്തെ 4 എല്ലാ സൊസൈറ്റിക്കും അപ്ലിക്കബിൾ ആണ്. ആദ്യത്തെ 4 പ്രിൻസിപ്പിളിനെ എസെൻഷ്യൽ പ്രിൻസിപ്പിൾ എന്ന് കാറ്റഗറൈസ് ചെയ്തു. ഓപ്പൺ മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് കൺട്രോൾ, ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, പേയ്മെന്റ് ഓഫ് ഡിവിഡൻഡ്. ഇതൊക്കെ എന്താണ്? എസെൻഷ്യൽ പ്രിൻസിപ്പിളിലും. ബാക്കി 4 ക്യാഷ് ട്രേഡിംഗ്, പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി, പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ, സെല്ലിംഗ് പ്യുവർ ആൻഡ് അൺഅഡൾട്ടേർഡ് ഗുഡ്സ് എന്തിലേക്ക് മാറ്റി? നോൺ എസെൻഷ്യൽ പ്രിൻസിപ്പിളിലേക്ക് മാറ്റി. ഇതാണ് എന്ത്? സെക്കൻഡ് സ്റ്റേജ്. പ്രിൻസിപ്പളിന്റെ സെക്കൻഡ് സ്റ്റേജ്. അപ്പൊ നമ്മൾ പ്രിൻസിപ്പളിന്റെ ഫസ്റ്റ് സ്റ്റേജും പറഞ്ഞു, പ്രിൻസിപ്പളിന്റെ സെക്കൻഡ് സ്റ്റേജും പറഞ്ഞു. ഇതിലെങ്കിലും ഡൗട്ട് ഉണ്ടോ? പ്രിൻസിപ്പളിന്റെ ഫസ്റ്റ് സ്റ്റേജിലോ സെക്കൻഡ് സ്റ്റേജിലോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് തേർഡ് സ്റ്റേജ് നോക്കാം. തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഏത് സ്റ്റേജ് ആണ്? കാർവേ കമ്മിറ്റിയുടെ സ്റ്റേജ് ആണ് കേട്ടോ. തേർഡ് സ്റ്റേജ്, അതായത് കോപ്പറേറ്റീവ് പ്രിൻസിപ്പളിന്റെ എത്രാമത്തെ സ്റ്റേജ് ചോദിച്ചാൽ തേർഡ് സ്റ്റേജ്. ICAയുടെ എത്രാമത്തെ സ്റ്റേജ് ആണ്? ICA കോപ്പറേറ്റീവ് പ്രിൻസിപ്പളിന്റെ എത്രാമത്തെ സ്റ്റേജ് ആണ്? അത് സെക്കൻഡ് സ്റ്റേജ് ആണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് സ്റ്റേജും പറഞ്ഞു, സെക്കൻഡ് സ്റ്റേജും പറഞ്ഞു.
തേർഡ് സ്റ്റേജ് ആണ് ഇത് നമ്മുടെ വിയന്ന കോൺഗ്രസ്സില്. അതായത് 1963 ICAയുടെ 22